നാളെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി നികുതി വെട്ടിക്കുറച്ചും വലിയ രീതിയിൽ കടമെടുപ്പിനെ അനുകൂലിച്ചും അവതരിപ്പിച്ച മിനി ബജറ്റ് പാളിയതോടെ ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നാൾ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചെന്ന ദുഷ്കീർത്തിയോടെ തീവ്ര വലതുപക്ഷക്കാരിയായ ട്രസ് 50-ാം നാൾ സ്ഥാനമൊഴിയുന്നു. അതോടെ അവരുടെ സാമ്പത്തിക നയങ്ങളെ എതിർത്ത കോവിഡ് കാലത്ത് ബോറിസ് ജോൺസന്റെ ക്യാബിനറ്റിൽ ചാൻസലർ ഓഫ് എക്സ്ചക്കർ, അതായത് നമ്മുടെ ധനകാര്യമന്ത്രിക്ക് തുല്യമായ പദവിയിൽ മികച്ച തീരുമാനങ്ങൾ എടുത്തിരുന്ന ഋഷി സുനക് 2022 സെപ്റ്റംബറിൽ ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 പ്രധാനമന്ത്രിമാർ ഭരണ സാരഥ്യത്തിലെത്തി. 2022 ഒക്ടോബറിൽ സുനക് നേതൃത്വം ഏറ്റെടുക്കുന്ന വേളയിൽ അനിയന്ത്രിതമായ പണപ്പെരുപ്പവും യുക്രൈൻ യുദ്ധം കാരണം വർദ്ധിച്ച ഊർജ്ജ വിലയും വലച്ച രാജ്യത്തിന് രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിനേക്കാൾ മികച്ച സാമ്പത്തിക വീക്ഷണമുള്ള ഒരു നേതാവിനെയായിരുന്നു ആവശ്യം. 1.5 വർഷത്തിനകം ഇപ്പോൾ അത് 2% താഴ്ന്നു. നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉൾപ്പെടെ ഭയപ്പെട്ടിരുന്ന സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കാനും കഴിഞ്ഞു. 2019 ശേഷം നടന്ന 11 ഉപതെരഞ്ഞെടുപ്പുകളിലാണ് കൺസർവേറ്റീവ് പാർട്ടി പരാജയമറിഞ്ഞത്. അതിലേഴും ഋഷി സുനക് നേതൃത്വമേറ്റതിനു ശേഷവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവയും വർഷങ്ങളായി ടോറികളുടെ കുത്തകയുമായിരുന്നവയൊക്കെ വലിയ വ്യത്യാസത്തിലാണ് ലേബൽ പാർട്ടികൾ കയ്യിറക്കിയത്. 2 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി വൻ പരാജയം ഏറ്റുവാങ്ങി. അതിനിടയിൽ തീവ്ര ബ്രെക്സിറ്റ് അനുകൂലിയും കുടിയേറ്റ വിരുദ്ധനുമായ നൈജിൽ ഹറാഷ് റിഫോം പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ടോറികൾക്ക് വെല്ലുവിളിയായി. അതോടെ പാർട്ടിയിലെ കടുത്ത വലതു ചിന്താഗതിക്കാർ ചുവടുമാറി ഹറാഷിനെ പിന്തുണച്ചു തുടങ്ങി. ഈ മാറ്റം തുടർന്ന് നടന്ന അഭിപ്രായ സർവേകളിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതേസമയം ഹറാഷിനുള്ള വർദ്ധിച്ച പിന്തുണ പാർലമെന്റ് സീറ്റുകളായി മാറുമോ എന്നത് കണ്ടറിയണം. 100-ലധികം മണ്ഡലങ്ങളിൽ 10 മുതൽ 20% വരെ വോട്ട് റിഫോം പാർട്ടി നേടിയാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെന്റ് കാണുക 100-ൽ താഴെ ടോറികൾ മാത്രമായിരിക്കും. വലതുപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവിന് ക്ഷീണമേൽപ്പിച്ച് അതിന്റെ അണികളെ ആകർഷിച്ച് രണ്ടാമത്തെ പ്രധാന പാർട്ടിയാകുകയാണ് ലക്ഷ്യമെന്ന് ഹറാഷ് പറഞ്ഞു കഴിഞ്ഞു. തീവ്ര ഇടതുപക്ഷക്കാരനായ ജെറമി കോബിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെട്ടത്. പിന്നീട് നേതൃത്വത്തിലെത്തിയ കിയർ സ്റ്റാമറിന്റെ ഇടതുപക്ഷത്തേക്ക് വ്യതിചലിച്ച നയങ്ങളെ വലത്തേക്ക് നീക്കാനുള്ള അത്യുത്സാഹം, കുടിയേറ്റം, വിദേശ നയം തുടങ്ങി പല വിഷയങ്ങളിലും ടോറികളുടെ കാഴ്ചപ്പാടുകളുമായി വലിയ വ്യത്യാസമില്ല എന്നതിലാണ് കലാശിച്ചിരുന്നത്. ഗാസയിൽ വെടിനിർത്തലിനെ സ്റ്റാമർ പിന്തുണയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച ചില മുസ്ലിം നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടെങ്കിലും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ സംഭവിച്ചില്ല. 2010-ൽ കൺസർവേറ്റീവ് പാർട്ടിയുമായി 5 വർഷം ഭരണം പങ്കിട്ട ലിബറൽ ഡെമോക്രാറ്റുകളാണ് മറ്റൊരു പ്രധാന പാർട്ടി. തെക്കൻ മേഖലകളിലെ ചില കൺസർവേറ്റീവ് സീറ്റുകൾ പിടിച്ചെടുത്ത് നേട്ടം കൊയ്യാമെന്നാണ് ലിബ് ഡമ്മിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂവെങ്കിലും പല മണ്ഡലങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഗ്രീൻ പാർട്ടി ഇത്തവണ മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. സർവേകൾ പ്രവചിക്കുന്നത് പോലെ വലിയ വെല്ലുവിളിയാണ് കൺസർവേറ്റീവ് പാർട്ടി അഭിമുഖീകരിക്കുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാന്യമായ നിലയിലുള്ള തോൽവി പോലും ദുഷ്കരം എന്നതാണ് സ്ഥിതി. കിയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് എതിർ പാർട്ടികൾ പോലും അംഗീകരിച്ച മട്ടാണ്. ആകെയുള്ള 650 നിയോജക മണ്ഡലങ്ങളിൽ 543 ഇംഗ്ലണ്ടിലാണ്. ബാക്കി 57 സ്കോട്ട്ലൻഡിലും 32 വെൽസിലും ബാക്കി 18 വടക്കൻ അയർലൻഡിലും ആണുള്ളത്. ഏകദേശം 75,000-നും താഴെയാണ് ഒരു നിയോജക മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം. പോളിംഗ് കഴിഞ്ഞ് വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി അടുത്ത ദിവസം ഉച്ചയോടെ തന്നെ ഫലമറിയാം.